പറയാലോ കണ്ണിന്റെ പ്രശ്നാണ്. അത് ശരിയാ. അതിനാണ് റിസാന ആദ്യമേ മുൻകൂർ ജാമ്യം എടുത്തേക്കണത്. ഏയ് ഞാനല്ല പറഞ്ഞു, ആ പറഞ്ഞത് ഞാനല്ല. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫണ്ടമെന്റൽ റൈറ്റ് അങ്ങ് തീർത്തേക്കാം. എന്നിട്ട് തിങ്കളും ചൊവ്വയും നിങ്ങൾക്ക് മാത്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. മാത്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ആഴ്ച ഞാൻ ചിലപ്പോഴേ വരുള്ളൂ. എനിക്ക് സാർ തിങ്കളാഴ്ച എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യാ? തിങ്കളാഴ്ച വൈകിട്ടായിരിക്കും. അതെ, അന്ന് പകല് ഇവിടെ ഉണ്ടാവില്ല, ഹോസ്പിറ്റലിൽ പോണ്ടേ. ഹോസ്പിറ്റലിൽ ആര്? അല്ല, ഇവിടുന്നേ അങ്ങനെ ഉണ്ടാവില്ല, മാത്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തന്നെ. ആണോ? അയ്യോ. ഓക്കെ, അപ്പൊ അത് റെക്കോർഡ് ഉണ്ടാവൂലോ, അപ്പൊ അത് കേട്ടോണ്ട്. റെക്കോർഡ് ജുവൽ മിസ് തന്നെയാണ് ഞാൻ ഏൽപ്പിച്ചേക്കണേ. അപ്പൊ പെൻഡാബ് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിരിക്കില്ല, പെൻഡാബിൽ ചെയ്ത് കാണിച്ച് തന്നെ രീതി ആയിരിക്കും. പെൻഡാബ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അപ്പൊ ആ രീതിയിലായിരിക്കും എടുക്കുക. അപ്പൊ അതുകൊണ്ട് അത് തുടക്കം തൊട്ട് തന്നെ പോവാം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സിന്റെ ക്ലാസ്സിങ് സ്റ്റാർട്ടിങ് ആയത് കാരണം നിങ്ങൾ മാക്സിമം ഡൗട്ടൊക്കെ ഇനി എന്താണ് മെയിൻസിന്റെ പെർസ്പെക്റ്റീവില് നോക്കി വെച്ചേക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് 10th ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാംസ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയേക്കണത്. അപ്പൊ ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ മാത്സ് എടുത്ത് മുന്നിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ മാക്സിമം അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസും തരും, അത് തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പൊ മാത്സ് ഒരുവിധം ഓക്കെ ആയിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ഡിഗ്രി എക്സാംസ് ബേസ് ചെയ്തുകൊണ്ടുള്ള രീതിയിലും കൂടിയാണ് മാത്സ് ക്ലാസ് ഓറിയന്റ് ചെയ്തേക്കണം. അപ്പൊ ആ രീതിയിലല്ല മാത്സ് നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ വരുന്ന ഇനി മെയിൻസിന് ഒറ്റ മാർക്ക് പോലും പോവാത്ത രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. ഒറ്റ കാര്യമുള്ളൂ, അത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്നു അത് അവിടെ വിട്ടിട്ട് 2 ദിവസം കഴിയുമ്പോൾ പിന്നെ പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാത്സ് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മെയിൻസ് ഉള്ളവരോട് പറയാണ് LGSന്റെ, കാരണം നിങ്ങൾക്ക് ആ ഒരു കടമ്പ കൂടി കടന്ന ജോലിയാണ്. പ്രിലിമിനറിയുടെ ഇനിയിപ്പോ ഖാദി ബോർഡ് LGS പ്രിലിമിനറിക്ക് വന്ന പോലെ ആയിരിക്കില്ല മറ്റേ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരേ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഒരു മാർക്ക് പോണതിന്റെ വില മെയിൻസിന് ഒരു മാർക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയാ, നമ്മുടെ റാങ്ക് ബാക്കിലേക്ക് പോകും. അതുപോലെ നമ്മൾ ലിസ്റ്റിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെയും പറയാണ്, മാത്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ മാത്സ് ആ 20 മാർക്ക് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാൻ നോക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് സമയമുണ്ട്. കാരണം ഇനി ഒരു ഫേസ് കൂടെ എന്തോ നിപ്പ കാരണം കോഴിക്കോട് അല്ലേ, അതും കൂടി ഇനി കഴിയാറില്ലേ? അപ്പൊ അതോടെ കഴിഞ്ഞ് കഴിയുമ്പോ എനിക്ക് തോന്നുന്നത് വാല്യുവേഷനോടെ കംപ്ലീറ്റ് ചെയ്ത് ജനുവരി ഫെബ്രുവരിയിലൊക്കെ ആവും മെയിൻസ് വരാനായിട്ട്. ഇപ്പൊ നമുക്കൊരു ഈ മാസം 25-ാം തീയതി പറയുന്നത് കേട്ടെ. 25-ാം തീയതി. അപ്പൊ അതും കഴിഞ്ഞിട്ട് ക്രിസ്മസിന് ഡിസംബറിൽ എന്തായാലും ഉണ്ടാവില്ല, കാരണം സ്കൂളൊക്കെ പൂട്ടി ആ ഒരു രീതിയിലായത് കാരണം ക്രിസ്മസിൽ ചാൻസ് ഇല്ല. പിന്നെ അത് ഒരു എങ്ങാണ്ട് ടൈം ടേബിൾ എങ്ങാണ്ട് ഇട്ടിട്ടുണ്ട്. മിക്കവാറും ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് ആയിരിക്കുള്ളൂ. നിങ്ങൾ ഡിസംബറിൽ തന്നെ നിങ്ങളുടെ സിലബസും കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാകത്തിന് ചെയ്തു വെച്ചേക്കുക. അപ്പൊ അതിലൊരു വിട്ടുവീഴ്ച നിങ്ങൾ ചെയ്യരുത്, മാക്സിമം തന്നെ അത് ചെയ്തു വെച്ചേക്കുക. അതുപോലെ ഖാദി ബോർഡ് ഉള്ളവർക്ക് പറയാണ്, നിങ്ങൾ കുറച്ച് വേക്കൻസി ഉള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിത്തം ഒഴുപ്പാണ്ടിരിക്കുക. നമുക്കൊരു പോസ്റ്റ് മതി, ആ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക. എല്ലാ എക്സാമും അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് എക്സാം എന്നുള്ള രീതിയിൽ പഠിക്കുക. അപ്പോൾ വേക്കൻസിയുടെ കാര്യം നിങ്ങൾ ബോധർ ചെയ്യാണ്ടിരിക്കുക, നിങ്ങൾ നിങ്ങളെ മാക്സിമം കൊടുക്കുക. ഒറ്റ പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് സുഖം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻ്റ് ആയി, നമുക്കൊരു ബേസ് ആയി, പിന്നെ നമുക്ക് അതിൽ ഇരിക്കണേ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും വരില്ല. കാരണം ജോലി ഇല്ല എന്നുള്ളൊരു വിഷമമില്ല, കുറെ നാളായി ഇരിക്കണം, അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ വേണമെങ്കിൽ ലീവ് എടുക്കാം, ലീവ് എടുത്ത് പഠിക്കാം, അതിനൊക്കെ നമുക്ക് സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ ഏതെങ്കിലും ചെറിയ ജോലി ആയാലും അതിൽ കയറാൻ നോക്കുക, പിന്നീട് നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. നമുക്ക് തുടങ്ങാം. സ്ക്രീൻ കാണുന്നുണ്ടോ?
സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? കാണാം. ഉണ്ട് സാർ. ഓക്കെ. ആരോ വந்தாச்சு. സരിതയാണ്. ഓക്കെ, എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. കഴിച്ചു. എന്താണ്, പത്തിരിയും കോഴി ഇറച്ചിയാണോ? അല്ലല്ല, ചോറും മീൻകൂട്ടാനും. ചോറും മീൻകറിയാണോ? ഞങ്ങൾ പാവങ്ങളാ സാറേ, ഞങ്ങൾക്ക് ചോറും കൂട്ടാനും. അത് ശരി. പാവങ്ങൾക്ക് അതെന്താ പാവം? ഞാനും പാവം തന്നെയാണ്. എങ്ങനെ? കേട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാറിന് പത്തിരി കോഴിയിറച്ചിയാൻ തോന്നുന്നു ഭയങ്കര ഇഷ്ടം. സാറ് ഇടയ്ക്കിടയ്ക്ക് അത് അല്ല, ഞാൻ ഈ മലപ്പുറത്ത് കുറച്ചാള് ഉണ്ടായിരുന്നേ. അപ്പൊ ഞാൻ +2 വരെ അവിടെ പഠിച്ചേ. അത് കാരണം എനിക്ക് കൂടുതലും നോൺ വെജ് ആണ് ഇഷ്ടം. അപ്പൊ അങ്ങനെ എനിക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ആദ്യം അങ്ങ് പറയുള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഇങ്ങോട്ട് കടിക്കാത്ത എന്ത് സാധനം ഞാൻ കഴിക്കും, അത്രേ ഉള്ളൂ. അതെന്തായാലും എനിക്ക് കുഴപ്പമില്ല. പാമ്പിനെ തിന്നണ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നടുക്കഷ്ണം തിന്നൂലേ, ആ ഒരു പോളിസി ഉള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത് നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ എവിടെ നിർത്തിയത്? ഓക്കെ, ഇത് കഴിഞ്ഞു അല്ലേ? ഇനി അടുത്ത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് 29 റൈറ്റ് ടു കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. 29 30 ആണ്. അപ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളാണ് 29 30 നമുക്ക് തരുന്നത്. അതായത് ഇൻ ദ സെൻസ് എന്താണ് സാംസ്കാരികം വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കൾച്ചർ, വീണ്ടും ആരോ വந்தாச்சு. അപ്പൊ ന്യൂനപക്ഷ പദവി മതത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ളതല്ല. അതായത് നമ്മളെ രാജ്യത്ത് ന്യൂനപക്ഷ മൈനോറിറ്റി എന്നുള്ളൊരു ക്രൈറ്റീരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് മൈനോറിറ്റീസ് ആണ് ഏതൊക്കെ? 5 എണ്ണം ഉണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു മൈനോറിറ്റീസ്? പാഴ്സി, സിഖ്, ജൈനം, ബുദ്ധം, പിന്നെ വേറെ ഒന്നും കൂടി ഇല്ലേ? ഏതൊക്കെയായിരുന്നു മൈനോറിറ്റീസ്? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? SC/ST ഒക്കെ വരും സാർ. അല്ലല്ല, SC/ST വേറെ. മൈനോറിറ്റീസ് എന്ന് പറയുന്നത് ഇതാണ്: സിഖ്, പാഴ്സി, ജൈനം, ബുദ്ധം, പിന്നെ ഇസ്ലാം വരില്ലേ? അല്ലല്ല, മൈനോറിറ്റീസ് അത് ബാക്ക് OBC അല്ലേ വരുള്ളൂ. ആംഗ്ലോ ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആംഗ്ലോ ഇന്ത്യൻസും കൂടി ആണെന്ന് തോന്നുന്നത് മൈനോറിറ്റീസ്. മുസ്ലിംസ് വരില്ലേ? മുസ്ലിംസും അല്ല, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ജൈന, സിഖ്. ആണോ? അങ്ങനെയാണോ? മുസ്ലിംസ് ഉണ്ടോ? മുസ്ലിംസ് മൈനോറിറ്റി. ആംഗ്ലോ. അപ്പൊ ജൈനം ബുദ്ധം ഇല്ലേ? അപ്പൊ ഏതൊക്കെയായിരുന്നു? ഉണ്ട്. മുസ്ലിംസും ക്രിസ്ത്യൻസും ജൈന, സിഖ്, അങ്ങനല്ലേ പറഞ്ഞേ? ജൈന, സിഖ്, പാഴ്സി. എനിക്കത് കറക്റ്റ് ഒന്നാണ് നോക്കണം. എങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ഗൂഗിളിൽ എടുക്കണ മുസ്ലിംസ്, സിഖ്സ്, ക്രിസ്ത്യൻസ്, ബുദ്ധിസ്റ്റ്, ജെയിൻ ആൻഡ് പാഴ്സി. പാഴ്സി അതാ. മുസ്ലിംസും ക്രിസ്ത്യൻസും. ഓക്കെ, അതില് ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയാണ്. ഞാൻ അത് സെപ്പറേറ്റ്, കാരണം OBCയിൽ വരുന്നത് ഈ ഒരു കാറ്റഗറി വരുന്നുണ്ട്. അപ്പൊ അത് കൂടാതെ തന്നെ മൈനോറിറ്റീസ് എന്ന് പറയുന്ന വേറൊരു സെപ്പറേറ്റ് ഇത് വരുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്ന മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതില് OBC ബാക്ക്വേർഡ് ഒന്നുകൂടി നോക്കാം, കൺഫ്യൂഷൻ ആയി. ആർട്ടിക്കിളിൽ വരുന്ന നമ്മൾ SC/STക്ക് വേറെ ഇതുണ്ട്, കൊടുത്തിട്ടുണ്ട്. OBCക്ക് ഇപ്പൊ മൈനോറിറ്റി സ്റ്റാറ്റസ് ഓക്കെ ഇതുണ്ടായിരിക്കും, മുസ്ലിംസും ക്രിസ്ത്യൻസും ഉണ്ടായിരിക്കും. അത് നമുക്കൊന്നുകൂടെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാം. എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്, ഞാൻ ക്ലിയർ ചെയ്തോളാം. ഓക്കെ,
അപ്പൊ എന്താണ്, മതവിഭാഗങ്ങളെ മാത്രം മുൻനിർത്തിയിട്ടല്ല ഈ മൈനോറിറ്റീസ് ന്യൂനപക്ഷം എന്നുള്ള പദവി കൊടുത്തേക്കണേ. മറിച്ച് എന്തും കൊണ്ട് ബേസ് ചെയ്തോണ്ടാ, ഭാഷാപരവും എന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് കുറച്ച് ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ. ഇപ്പൊ കൊങ്കിണി ഭാഷ എന്ന് പറയുമ്പോൾ ലിപി ഇല്ലാത്ത ഭാഷയാണ്. അത് അവര് സംസാരിക്കണ, നമ്മൾ വിക്രമാദിത്യൻ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൽ അനൂപ് മേനോനൊക്കെ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്, കൊങ്കിണി ഭാഷ. എന്റെ ക്ലാസ്സിലുണ്ടായിരുന്നു ഒരു കൊങ്കിണി സംസാരിക്കുന്നത്. പക്ഷെ അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ അത്തരത്തില് അത് കൂടാതെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന സംസ്ഥാനം ഏതാ? അരുണാചൽ പ്രദേശ്. കേരളത്തിലോ? കാസർഗോഡ്. വെരി കറക്റ്റ്. അപ്പൊ അതാണ്. ഇപ്പൊ ഭാഷാപരവും സാംസ്കാരികപരവുമായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. അപ്പൊ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ മതത്തെ ഉദ്ദേശിച്ച് മാത്രമല്ല, നമ്മുടെ ഭാഷ, ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ള ഒരു കാറ്റഗറൈസേഷനും കൂടി ഏതിൽ വരുന്നുണ്ട്? ന്യൂനപക്ഷ പദവി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ രാജ്യത്തിന്റെ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് ഇവരുടെ ഈ കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ സംസ്കാരം, നമ്മുടെ എന്താണ് സോഷ്യൽ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയണത് ചില ട്രൈബുകൾ, അതേപോലെ എന്താണ് ഇവരുടെ ഇത് പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തുനിന്ന് ആൾക്കാർ വന്നു കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? മറിച്ച് ഇവരുടെ കൾച്ചറിൽ ചേഞ്ച് ഉണ്ടാവാൻ തുടങ്ങും. അപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുണ്ട്. ഏതാണ്? ഇപ്പൊ നമ്മൾ ഒരു റിലേഷൻ വരുന്നത്, ഇപ്പൊ നമ്മളിപ്പോ കണ്ട കുക്കി ആൻഡ് മൈറ്റി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം നമുക്ക് ഇതിനോടകം ന്യൂസിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ഈ മൈനോറിറ്റി സ്റ്റാറ്റസ് ഇവർക്കൂടെ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഇവർക്കുള്ള ഒരു ആശങ്കയാണ്. കാരണം ഇവരുടെ ഇടയിലേക്ക് ഭൂരിപക്ഷം വന്നു വരുമ്പോൾ ഇവരുടേതായിട്ടുള്ള ഒരു നിലനിൽപ്പ് ഇവർക്കുള്ള ആശങ്കയാണ് പിന്നീട് അത് സംഘർഷമായിട്ട് മാറിയത്. അപ്പൊ ഇത്തരത്തില് രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ അല്ലെങ്കിൽ രാജ്യത്തൊട്ടാകെയോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ ഉള്ളവരുമായ വിഭാഗങ്ങളാണെന്ത്? ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ വെൽ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ പ്രത്യേക ഭാഗത്തോ അല്ലെങ്കിൽ രാജ്യത്തൊട്ടാകെയോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവും, അതുപോലെ അവർ സംസാരിക്കുന്ന ഭാഷ, ഇൻ ദ കേസ് ഓഫ് ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ ആ ലാംഗ്വേജ് മറ്റ് ഭാഷകളെക്കാൾ വളരെ കുറവ് ആൾക്കാരാണ് സംസാരിക്കുന്നതെങ്കിൽ അത്തരം ആളുകളെ അല്ലെങ്കിൽ അത്തരം വിഭാഗങ്ങളെ എന്താണ് ന്യൂനപക്ഷങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പു നൽകുന്ന അവകാശങ്ങളുണ്ട്. അപ്പൊ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പു നൽകുന്ന അവകാശങ്ങളെ കുറിച്ചാണ് 29ഉം 30ഉം പറയുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ 29 രാജ്യത്തിന്റെ ഭൂപ്രദേശത്തോ അതിന്റെ ഏതെങ്കിലും ഭാഗത്തോ താമസിച്ചു വരുന്ന പൗരന്മാരിൽ ഭിന്നമായ ഒരു ഭാഷ, ലിപിയോ സംസ്കാരമോ സ്വന്തമായിട്ടുള്ള ഏതൊരു വിഭാഗത്തിനും അതെന്താണ് സംരക്ഷിക്കുന്നതിന് അവകാശം ഉണ്ടായിരിക്കുന്നതാണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 29. അപ്പൊ ആർട്ടിക്കിൾ 29 എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തില് ലിംഗ്വിസ്റ്റിക് ബേസിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ആൾക്കാർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഷ, അവരുടെ കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള അവകാശം ഇവർക്കുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ആൻഡ് നിക്കോബാർ ദ്വീപുകളിൽ ഇപ്പോഴും നരഭോജികളായിട്ടുള്ള വിഭാഗങ്ങളുണ്ട്. അതായത് അതില് ഈ ഷോംപെൻസ്, സെന്റിനൽസ് എന്ന് പറഞ്ഞ കുറച്ച് വിഭാഗങ്ങളുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ അതിന്റെ സാറ്റലൈറ്റ് പിക്ചർ ഒക്കെ എടുത്തായിരുന്നു. ഒരു സായിപ്പ് ഇതേപോലെ ഇവരോട് മിങ്കിൾ ചെയ്യാൻ പോയിട്ട് സായിപ്പ് അവരുടെ കൂട്ടത്തിൽ ചേർന്നു എന്ന് പറയുന്നുണ്ട്. സായിപ്പിനെ അവര് ചിക്കൻ ഫ്രൈ ആക്കി എന്നും പറയുന്നുണ്ട്. അപ്പൊ അത് രണ്ട് വാദങ്ങളുണ്ട്. എന്താണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു തരത്തിലും ഇവരുടെ ദ്വീപിലേക്ക്, കാര്യം ഇന്ത്യയുടെ കൺട്രോളിലാണ് ഈ ദ്വീപെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റ് ഇതിലേക്ക് ഒരാളെയും പോലും അലോ ചെയ്തിട്ടില്ല. അതായത് അവരുടെ കൾച്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറോണയുടെ സമയത്തൊക്കെ ആയിരുന്നു. കാരണം ഇവരുടെ ഒരു നമുക്കൊരു പ്രതിരോധ ശേഷിയുണ്ട് അല്ലെ? നമുക്ക് നമ്മുടെ ഇത്രയും കൊറോണയുടെയും നിപ്പയുടെ ഒക്കെ ഇടയിൽ താമസിച്ച് നമ്മൾ ഒരു കൊച്ചു ഭീകരനാണ് അല്ലെ? അത്രയും സ്ട്രെങ്ത് ആർക്കുണ്ടാവില്ല? ഈ ട്രൈബൽ ഇത്രയും നാളായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആദിവാസികൾ എന്ന് പറയാം. അവർക്ക് ഈ പച്ചലയും മറ്റേതൊക്കെ തന്നെയാണ് നാണം മറിക്കാനൊക്കെ ഉള്ളത്. അമ്പും വില്ലൊക്കെ തന്നെ പണ്ട് അതേപോലെ തന്നെ അവർ ജീവിക്കണം.
അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലേക്ക് നമ്മളെ പോലുള്ള ആളുകൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, ഇവരുടെ ബാക്കി ഇവരെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് അങ്ങോട്ടുള്ള പ്രവേശനം എന്ത് ചെയ്തേക്കണേ, ആക്സസ് അലൗ ചെയ്യാത്തത്. അത് ഈ ആർട്ടിക്കിൾ 29ന്റെ പരിധിയിൽ വരും. അപ്പൊ നമ്മള് കോടതിയിൽ പറയാം നമുക്ക് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കോടതിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കോടതി നമ്മളെ പിടിച്ച് പുറത്താക്കും. ഓക്കെ. അപ്പൊ ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതം, വർഗം, ജാതി, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഏതൊരു പൗരനും എന്താണ് പ്രവേശനം നിഷേധിക്കുവാൻ പാടുള്ളതല്ല എന്നുകൂടി എന്ത് പറയുന്നുണ്ട്? ആർട്ടിക്കിൾ 29 പറയുന്നുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷം എന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ആർട്ടിക്കിൾ കൂടിയാണ് എന്ത്? ആർട്ടിക്കിൾ 29. ചിലപ്പോൾ അതായിരിക്കാം നിങ്ങളോട് ചോദിക്കുക, എവിടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യമായിട്ട് ന്യൂനപക്ഷം എന്നുള്ള പദം പ്രത്യക്ഷപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 29 ആണ്. അപ്പൊ ഒന്നുമില്ല, ആർട്ടിക്കിൾ 29 എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തോ ഏതെങ്കിലും ഇന്ത്യയുടെ ഭാഗത്തോ താമസിക്കുന്ന ആൾക്കാരുടെ എന്താണ് ഈ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള അതുപോലെ അവരുടെ കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള അവകാശത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 29 പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഗവൺമെന്റ് സഹായം സ്വീകരിക്കുന്നതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? മതത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഏതൊരു പൗരനും പ്രവേശനം നിഷേധിക്കുവാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 29 പറയുന്നത്. അപ്പൊ അതാണ് എന്ത് നമ്മൾ 29, 30 എന്താണ് പറഞ്ഞത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളാണ്. ഇത് ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ. അപ്പൊ ആർട്ടിക്കിൾ 29 നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഞാനത് പറയാം, ആൻഡമാൻ നിക്കോബാറിന്റെ കാര്യം പറയാൻ കാരണം ചിലപ്പോ എവിടെയെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങളോട് ചോദിക്കാം. ഷോംപെയിൻസ് ആൻഡ് സെന്റിനൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇതിലൊരു വിഭാഗത്തിന് ഇതേപോലെ ഇന്ത്യൻ ഗവൺമെന്റ് ആ ഒരു ദ്വീപിലേക്ക്, ഏത് ദ്വീപാണെന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, ഏത് വിഭാഗമാണെന്ന് ഓർക്കണില്ല, ഇതുപോലെ ആക്സസ് കൊടുത്തിട്ട് നമ്മുടെ ഈ ടൂറിസ്റ്റുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കൊക്കക്കോള മറ്റ് ഭക്ഷണ പാനീയങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇവർക്ക് കൊടുക്കും. എന്നിട്ട് ഇവരിത് മേടിച്ച് കഴിച്ച് ഇവരുടേതായിട്ടുള്ള ഒരു കൾച്ചർ കാര്യങ്ങൾ ഇവരുടേതായിട്ടുള്ള കാരണം പുറത്തുനിന്ന് തന്നെ ആൾക്കാരുടെ ഭാഷ അറിയാന്നുണ്ടെങ്കിൽ മാത്രമാണ് അവരോട് മിങ്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അവരുടെ ഭാഷ പഠിക്കാനുള്ള സമയമില്ല. ടൂറിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം അവിടെ ചെലവഴിച്ച് പോകുന്നവരാണ്. ഇവർ കാലക്രമേണ എന്ത് ചെയ്തു? ഇവരുടേതായിട്ടുള്ള കൾച്ചറിൽ മാറ്റം വരുത്താൻ തുടങ്ങി. ഇവരുടേതായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ മാറ്റം വരുത്താൻ തുടങ്ങി. അങ്ങനെ ആ ഒരു വിഭാഗം ഇപ്പോഴത്തെ മനുഷ്യന്മാരെ പോലെ കൺവേർഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതും കൂടി കണക്കിലെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞ ആ ഒരു ദ്വീപിലേക്ക് ഇന്ത്യൻ ഗവൺമെന്റ് ആക്സസ് റോസ് ദ്വീപ് എന്തോ ഒരു ദ്വീപിന്റെ പേരുണ്ട്, കറക്റ്റ് ആയിട്ട് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അതിലേക്ക് ആക്സസിങ് ഇപ്പൊ അലൗഡ് അല്ല. ആ ഒരു കേസ് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. അപ്പൊ ആർട്ടിക്കിൾ 30 പറയുന്നത് എന്താണ്? മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം ഉറപ്പു നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 30. അതായത് മതത്തിന്റെയോ ഭാഷയുടെയോ പേരിലുള്ള ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം ഒരു രാജ്യത്ത് ഇത്ര മെഡിക്കൽ കോളേജ് ഉണ്ട്, ഇത്ര എഞ്ചിനീയറിംഗ് കോളേജ് അലോ ചെയ്യാൻ പാടുള്ളൂ. അത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ UGC ആണ് അതിന് അംഗീകാരം കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തില് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനിൽ ഈ പറഞ്ഞ മൈനോറിറ്റീസ് ഉള്ള ആൾക്കാർ അപേക്ഷ വച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രിഫറൻസ് ആർക്ക് കിട്ടും? ഈ പറഞ്ഞ ആൾക്കാർക്ക് കിട്ടും. ഇപ്പൊ പറയുകയാണെങ്കിൽ മൈനോറിറ്റി വിഭാഗത്തിൽ ഇല്ലാത്ത ഒരാളാണ് അപേക്ഷ വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ മൈനോറിറ്റീസ് അല്ലാത്ത ആളുകളും അപേക്ഷ വെക്കുകയും ഈ മൈനോറിറ്റി ഉള്ള ആൾക്കാർ അപേക്ഷ വെക്കുകയും ചെയ്താൽ പ്രിഫറൻസ് ആർക്ക് കൊടുക്കണം എന്നാ പറഞ്ഞേക്കണേ? ഈ മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് കൊടുത്തോളണം എന്ന് ആർട്ടിക്കിൾ 30 പറയുന്നുണ്ട്. ഇനി അതുപോലെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 3 വിധത്തിലുണ്ട്. എന്തൊക്കെയാണ് ആ 3 വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സംസ്ഥാനത്തിന്റെ അംഗീകാരവും സഹായവും ലഭ്യമാക്കുന്നവ, അതായത് സംസ്ഥാനത്തിന്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്നതും അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്ന് സഹായം സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ അംഗീകാരം ലഭിക്കുന്നതും സഹായം ലഭിക്കാത്തതുമായിട്ടുള്ള സ്ഥാപനങ്ങൾ. അതായത്
ഏതൊരു പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതും ഗവൺമെന്റിന്റെ അനുമതി വേണം അല്ലെ. ഇപ്പൊ ഒരു പാരലൽ കോളേജ് റൺ ചെയ്യണമെങ്കിൽ തന്നെ ഗവൺമെന്റ് ഇപ്പൊ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ വേണം. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ വിദ്യാഭ്യാസ എന്താണ് യൂണിവേഴ്സിറ്റീസിന്റെ അഫിലിയേഷനോട് കൂടി മാത്രമാണ് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവിടുന്ന് പാസ് ഔട്ട് ആയ പിള്ളേരുടെ സർട്ടിഫിക്കറ്റിനും വാലിഡ് അല്ലാത്തൊരു സ്ഥിതിവിശേഷം വരും. ഇനി മൂന്നാമത്തെയാണ് എന്ത്? ഭരണകൂടത്തിൽ നിന്ന് അംഗീകാരമോ സഹായമോ ആവശ്യപ്പെടാത്ത സ്ഥാപനങ്ങൾ. ഭരണകൂടത്തിൽ നിന്ന് അംഗീകാരമോ സഹായമോ ആവശ്യപ്പെടാത്ത സ്ഥാപനങ്ങളും ഉണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ടോട്ടലി പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള 3 കാര്യങ്ങളാണ് നമുക്ക് എന്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ 3 ക്രൈറ്റീരിയ ആയിട്ടാണ് തിരിക്കാവുന്നത്. ആർട്ടിക്കിൾ 30 ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ 29, 30 ഒന്നുകൂടെ പറയാം. 29 എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനോറിറ്റി വിഭാഗങ്ങൾക്കുള്ള അവരുടെ കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഭാഷയോ ലിപിയോ അല്ലെങ്കിൽ എന്താണ് മതപരമായിട്ടല്ല, അതുപോലെ തന്നെ ഭാഷാപരമായിട്ടുള്ള മൈനോറിറ്റി വിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 29. അതുപോലെ എന്തുണ്ട്? ഗവൺമെന്റിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലും എന്ത് മതം, വർഗം, ജാതി, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനും പ്രവേശനം നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ എന്തുണ്ട്? ആർട്ടിക്കിൾ 29 ഈ ആർട്ടിക്കിൾ 29-ലാണ് എന്ത് ആദ്യമായിട്ട് ന്യൂനപക്ഷം എന്നുള്ളൊരു പദം ആദ്യമായിട്ട് വന്നത്. ആർട്ടിക്കിൾ 30 ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ മൈനോറിറ്റി വിഭാഗങ്ങൾ ഒരു ആപ്ലിക്കേഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഭാഷ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ റിലീജിയസ് എന്താണ് കാര്യങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടും ഗവൺമെന്റ് അവരെ സഹായിക്കുകയാണ്. കാരണം മൈനോറിറ്റി എന്നുള്ള സ്റ്റാറ്റസിൽ നിന്ന് അവർ മെജോറിറ്റിയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു ആർട്ടിക്കിൾ 30 നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണേ. ഇനി എന്തുണ്ട്? ഗവൺമെന്റ് നൽകുന്ന ധനസഹായം വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വിനിയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു മൈനോറിറ്റി വിഭാഗത്തിൽ നിന്ന് അപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് ഒരു സ്ഥാപനം സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി ആണ് ചെയ്യുന്നതെങ്കിൽ ആ ഗവൺമെന്റ് കൊടുക്കുന്ന ധനസഹായം എന്തിനു വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്? വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പലരും എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള സഹായം മേടിച്ചുകൊണ്ട് മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കുന്നതിനായിട്ടാണ് ഈ ഒരു ക്ലോസ് ഇതിൽ വച്ചേക്കണേ. അപ്പൊ ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ന്യൂനപക്ഷങ്ങൾക്ക് ചില അവകാശങ്ങൾ ഉണ്ട് എന്നാണ് ആർട്ടിക്കിൾ 30 നമ്മളോട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. അപ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ആർക്ക് വേണമെങ്കിലും, ഏതൊരു വിഭാഗത്തിന് വേണമെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ അതൊരു ട്രസ്റ്റ് ആയിരിക്കും സ്ഥാപിക്കുന്നത്, ഒരു വ്യക്തി മാത്രമല്ല, ഏതെങ്കിലും അതിന്റെ ആ ഒരു വിഭാഗങ്ങളിൽ നിന്നുള്ള ട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു സംഘടനയോ എന്തെങ്കിലും ഒരു ചാരിറ്റിയോ ആരെങ്കിലും ഒക്കെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നത്. ആ ട്രസ്റ്റിൽ ഒരു ട്രസ്റ്റ് ആയിട്ട് രൂപീകരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് ആർക്ക് അവകാശമുണ്ട്? ന്യൂനപക്ഷങ്ങൾക്ക് അവകാശങ്ങൾ ഉണ്ടെന്നാണ് ആർട്ടിക്കിൾ 30 പറയുന്നത്. ഇനി വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സ്ഥാപകർക്ക് ഈ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ നടത്താനും പിന്നെന്താണ് ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും വിശ്വാസമുള്ള ഒരു ഭരണസമിതിയെ തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ടീച്ചിങ് നോൺ ടീച്ചിങ് ഉദ്യോഗസ്ഥരെ ഈ ഭരണസമിതിക്ക് നിയമിക്കാമെന്നും പറയുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളുകളുണ്ട്, അതിൽ മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്. ആ മാനേജ്മെന്റ് സ്കൂളിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്, ഇപ്പൊ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് സാലറി തരും അല്ലെ? ഗവൺമെന്റ് സാലറി തരും. പക്ഷെ ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ നോക്കുന്നത് ആരായിരിക്കും? മാനേജർ ആയിരിക്കും. ആ സ്കൂളിന്റെ ഉടമയായിട്ടുള്ള മാനേജർ ആയിരിക്കും. അദ്ദേഹം ആയിരിക്കും അപ്പോയിന്റ്മെന്റ് ചെയ്യുക. അപ്പോയിന്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ പൈസ കൊടുക്കണം. മറ്റ് ബിൽഡിങ്ങിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം മാനേജർ ആയിരിക്കും നോക്കുക. അതുകൂടാതെ അവിടെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് ഉദ്യോഗസ്ഥരെ ഈ മാനേജർക്ക് നിയമിക്കാവുന്നതാണ്. അത് അവകാശം കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഈ അടുത്ത് ഇതിനെതിരെ ഇതിന്റെ ഈ മൈനോറിറ്റി സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇറക്കിയിട്ടുണ്ട്. കാരണം മാനേജർക്കായിരിക്കും അതിന്റെ പൂർണ്ണമായിട്ടുള്ള അവകാശം വരുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ മൈനോറിറ്റി സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, BJP ഗവൺമെന്റിന്റെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു
കേരളത്തിലെ ഒട്ടുമിക്ക ഈ മാനേജ്മെന്റ് സീറ്റുകളിലുള്ള മാനേജ്മെന്റ് സ്കൂളുകളും ഈ ഒരു അംഗീകാരം നേടിയെടുക്കാനായിട്ട് പേപ്പറുകൾ മൂവ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രത്യേക ചില അവകാശങ്ങൾ ഈ മൈനോറിറ്റി ആർട്ടിക്കിൾ 30 അനുസരിച്ച് അതിന് കിട്ടുന്നുണ്ട്, ആ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മൈനോറിറ്റി സ്റ്റാറ്റസിലേക്ക് മാറ്റാനായിട്ട് ഇപ്പൊ ഈ ഒരു ഇടയ്ക്ക് ഇതൊരു ട്രെൻഡിങ് ആയി മാറിയായിരുന്നു. അതായത് BJP ഗവൺമെന്റ് ആണ് ഈ ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള. കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് കാര്യങ്ങൾ ഒക്കെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് ക്ലിയർ ആണോ? ഓക്കെ സാർ. ഓക്കെ. ഇനിയാണെന്ത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 29(1) ആർട്ടിക്കിൾ 30(1) എന്നിവ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. 29 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, കൾച്ചർ, മറ്റത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ്. മറ്റൊന്ന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. അപ്പൊ 29(1) എന്ന് പറയുന്നത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കുമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് 29. 29(1) എന്താണെന്ന് നമുക്ക് നോക്കണോ? എന്താണ്, ഏതെങ്കിലും ഒരു ഭൂപ്രദേശം 29 എന്ന് ഇതാണ് പറഞ്ഞേക്കണം, കണ്ടോ? ഒരു പ്രത്യേക വിഭാഗത്തിന് അവരുടെ ഭാഷയോ ലിപിയോ സംസ്കാരമോ സ്വന്തമായിട്ടുള്ള ഏതൊരു വിഭാഗത്തിനും അത് സംരക്ഷിക്കുന്നതിനുള്ള ഒരു അവകാശം ഉണ്ടായിരിക്കും. അതുപോലെ ഗവൺമെന്റ് നടത്തുന്ന സഹായം സ്വീകരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏതൊരു പൗരനും പ്രവേശനം നിഷേധിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതാണ് 29(1) പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് 30 ഭാഷയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷത്തിന് മാത്രമാണ് അവകാശം കൊടുത്തിരിക്കുന്നത്. അപ്പൊ 29(1) എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെയാണ്. എന്നാൽ നേരെ മറിച്ച് 30 ഈ മൈനോറിറ്റീസിന് മാത്രമാണ്. ഇനി 29(1) എന്ന് പറയുന്നത് 3 വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. എന്തൊക്കെയാ? ഭാഷ, ലിപി, സംസ്കാരം എന്നിവയാണ്. ഇത് കമ്പാരിസൺ പറയാൻ കാരണം ചിലപ്പോൾ നമ്മളോട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഇത്തരത്തിൽ ചോദിക്കാം. ഈ 2 ആർട്ടിക്കിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ 29, 30 ചുമ്മാ അങ്ങ് പഠിച്ചു പോകും. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുക. കാരണം ക്വസ്റ്റ്യൻ ഏത് തരത്തിൽ നിന്ന് ചോദിക്കുന്നു നമുക്കറിയില്ല. അപ്പൊ അത് നമ്മൾ നോക്കണം. 29(1) എന്ന് പറയുന്നത് 3 വിഷയങ്ങളാണ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഭാഷ, ലിപി, സംസ്കാരമാണ്. എന്നാൽ നേരെ മറിച്ച് 30(1) മതത്തിന്റെയോ ഭാഷയുടെയോ അടിസ്ഥാനമാക്കിയിട്ടുള്ള ന്യൂനപക്ഷങ്ങളാണ് 31 പറയുന്നത്. ഇപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തു വെക്കുക. ഒന്ന് ലാംഗ്വേജ്, അതുപോലെ ലിപി, അതല്ലേ നമ്മുടെ ലിപി, അതുപോലെ സംസ്കാരം എന്നിവയുടെ ബേസ് ചെയ്തുകൊണ്ടാണ് 29 പറയുന്നത്. മറ്റത് ഭാഷയും അതുപോലെ തന്നെ എന്തുണ്ട്, മതമാണ് പറയുന്നത്. ഇനി 29(1) വീണ്ടും എന്താ പറയുന്നത്? ഭാഷയോ ലിപിയോ സംസ്കാരമോ സംരക്ഷിക്കാനുള്ള അവകാശമാണ് നൽകുന്നത്. എന്നാൽ 30(1) എന്താ പറയുന്നത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശമാണ് 31 പറയുന്നത്. ഇപ്പൊ 29(1) പറയുന്നത് ഭാഷയോ ലിപിയോ സംസ്കാരമോ സംരക്ഷിക്കാനുള്ള അവകാശവും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശമാണ്. അതുപോലെ 29(1) എന്താണ്? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതല്ല. എന്നാൽ നേരെ മറിച്ച് 30(1) എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപനവും ഭരണവും മാത്രമാണ് 31 കൈകാര്യം ചെയ്യുന്നത്. രണ്ടും തമ്മിൽ കമ്പാരിസൺ ചെയ്ത് പഠിക്കേണ്ട അത്യാവശ്യമാണ്. ക്ലിയർ ആണല്ലോ? അതെ സാർ. ഓക്കെ, ഒന്നുകൂടെ പറയണോ? എല്ലാവരും ഒന്നുകൂടി പറയൂ സാർ. ഉറക്കം വരുന്നുണ്ടോ? ഒന്നുകൂടി പറയൂ സാർ. എന്താണ്? ഒരു പ്രാവശ്യം കൂടി പറയൂ. ഒന്നുകൂടെ പറയാം. ഒന്നുമില്ല. 29 ആദ്യം നിങ്ങൾ ജസ്റ്റ് ഈ ഹെഡിങ് ഒന്ന് നോക്കിയേക്ക്. 29 എന്ന് പറയുന്നത് എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസ 29, 30 പറയുന്നത് മെയിൻ ആയിട്ട് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളാണ്. അതിൽ 29 പറയുന്നത് നമുക്ക് സാംസ്കാരിക കൾച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ കൾച്ചറിനെ ബേസ് ചെയ്യുമ്പോൾ ഒരു കൾച്ചർ ഇപ്പൊ എന്താ പറയാ, നമ്മൾ ഒരു നാട്ടിൽ ചെന്നിട്ട് നമ്മൾ എന്താ പറയാ, നമ്മള് തേന്മാവിൻ കുമ്പത്ത് പടം കണ്ടാണോ എല്ലാവരും? അല്ലേ? തേന്മാവിൻ കുമ്പത്ത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കഥ ഓർക്കുക. അവിടുത്തെ കൾച്ചർ എന്താണ്? അവിടുത്തെ ഭാഷ എന്താണ്? അവിടുത്തെ സംസ്കാരം എന്താണ്? അവിടെ ശോഭന ഇപ്പൊ എന്താണ്, ആ ഭാര്യയുടെ അനിയത്തിയായിരുന്നു. അപ്പൊ അവിടുത്തെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഭാര്യയുടെ അനിയത്തിയെ കല്യാണം കഴിക്കാന്നുള്ളൊരു ഇങ്ങനെ ഒരു ഇതുണ്ട്. അതിന്റെ ബേസ് ചെയ്താണ്ട് അയാൾ എന്താണ് ചേച്ചിനെ കൊല്ലണത്.
അപ്പൊ അതൊരു കൾച്ചറാണ്. ഇവിടെ അങ്ങനെ പറ്റുമോ? ഇവിടെ നമുക്കിടയിൽ അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. ചില ചില സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഈ ഫാമിലിയിലുള്ള തന്നെ ഇത്തരത്തിൽ കല്യാണം ആഴ്ചയിൽ അതായത് അവരുടെ ഒരു സംസ്കാരമാണ്. അതുപോലെ ഈ സ്വരാഷ്ട്രീയരുണ്ട്, അതായത് പാഴ്സി മതക്കാര്, അവരവരുടെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡി എന്ത് ചെയ്യാന്ന് അറിയോ നിങ്ങൾക്ക്? പരുന്തിന് തിന്നാനായിട്ട് കൊടുക്കണം. കഴുകനും പരുന്തിനൊക്കെ തിന്നാനായിട്ട് ഇട്ട് കൊടുക്കും. അങ്ങ് ഇട്ട് കൊടുത്തിട്ട് പോരുക ചെയ്യണം. അത് അവരുടെ സംസ്കാരമാണ് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ പല കാര്യങ്ങൾ, ഇപ്പൊ ലാംഗ്വേജ് ഉണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ എന്താ പറയാ, അരുണാചൽ പ്രദേശിൽ ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ ഭാഷയുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ആൻഡമാൻ നിക്കോബറിലെ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 2-3 ട്രൈബൽ വിഭാഗങ്ങളുണ്ട്. അതിലൊരു വിഭാഗത്തിന് പറ്റിയത് എന്താണെന്നും പറഞ്ഞു. ഇതിൽ ആ ലാൻഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാർ ചെല്ലുകയും ഈ ആൾക്കാരുടെ ഈ എന്താ ഡ്രസ്സ് മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് അവർ കുടിക്കണ വെള്ളം കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരാൻ തുടങ്ങി. അപ്പൊ ഇവരുടെ കൾച്ചറിൽ നിന്ന് എന്ത് ചെയ്തു, മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് അവരുടെ ഇടയിൽ എന്ത് ചെയ്തു, കൂടുതൽ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഒരു ഇമ്മ്യൂണിറ്റി പവർ കുറവാണ് അവർക്ക്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ അവരുടെ ഒരു ഏരിയ, അവരുടെ ഒരു ലാംഗ്വേജ്, അവരുടെ ഒരു സംസ്കാരം, ഇവ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള അവകാശമാണ് എന്ത് ആർട്ടിക്കിൾ 29 കൊടുക്കണം. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനല്ല, മൈനോറിറ്റി വിഭാഗത്തിന് മാത്രമാണ് കൊടുക്കുന്നത്. മനസ്സിലാവുണ്ടോ? അതുപോലെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 29 പറയുന്നുണ്ട്. 29 എവിടെ മാത്രമാണ്? ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ മതത്തിന്റെയും ഭാഷയുടെയും ഇതിന്റെയൊക്കെ ബേസിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 29. ക്ലിയർ ആയോ? ഓക്കെ സർ. എന്നാൽ 30 എന്താ പറയണ? 30 പറയുന്നത് ഈ ഇത്തരത്തിലുള്ള മൈനോറിറ്റി വിഭാഗങ്ങള് ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ധനസഹായം കൊടുക്കുക. എന്നാൽ ആ ധനസഹായം വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നീട് എന്ത് പറയുന്നുണ്ട്? ഇത് ആ മാനേജ്മെന്റിന്റെ അണ്ടറിലായിരിക്കും. അവിടുത്തെ ടീച്ചിങ് സ്റ്റാഫ് അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫിനൊക്കെ നിയമിക്കുന്നതും അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിശ്ചയിക്കുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവകാശം ആർക്കുണ്ട്? ആ ഒരു മാനേജ്മെന്റിന് ഉണ്ടായിരിക്കും. അതാണ് ആർട്ടിക്കിൾ 30 പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ സർ. ഈ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം. കണ്ടോ? ഒന്നുകൂടി നോക്കാം. ഈ കമ്പാരിസൺ ഒന്നും കൂടി നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം കിട്ടും. ഒന്ന്, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഉള്ള അവകാശമാണ് നൽകുന്നത് 29. എല്ലാ വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസം പറഞ്ഞ് ഏതൊരാൾക്കും നിഷേധിക്കുവാൻ കഴിയില്ല. എന്നാൽ 31 എന്താണ്? ഭാഷയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇവർ രണ്ടുപേരും ചെന്ന് അപ്ലിക്കേഷൻ വെച്ചാലാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുള്ളൂ, പ്രിഫറൻസ് കൊടുക്കുള്ളൂ. എന്നാൽ 29(1) 3 വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഭാഷ, ലിപി, സംസ്കാരം. അവിടെ മതം വരുന്നില്ല. ഭാഷയുണ്ട്, ലിപിയുണ്ട്, സംസ്കാരമാണ് വരുന്നത്. എന്നാൽ 30 എന്ത് വരുന്നുണ്ട്? മതത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ മതം എന്ന് പറയുമ്പോൾ അവര് എണ്ണത്തിൽ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ആ മതത്തിന്റെ പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ ആ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള അവകാശം ആർക്കുണ്ടായിരിക്കും? ഈ മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതാണ് 30 പറയുന്നത്. ഇനി 29 വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഭാഷയോ ലിപിയോ സംസ്കാരമോ സംരക്ഷിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ആ ഒരു പ്രത്യേക വിഭാഗത്തിന് ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ 30 എന്താ പറയണ? അത് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു അവകാശമാണ് അവർക്ക് കൊടുക്കുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. കാരണം ഇവരുടെ ഈ ഒരു ഭാഷാ ലിപി പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും അതിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഗവൺമെന്റ് കൊടുക്കുന്ന സപ്പോർട്ടാണ് 30 പറയുന്നത്. എന്നാൽ 29(1) വീണ്ടും എന്താണ് പറയുന്നത്? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതല്ല. കാരണം എന്താ? ഭാഷാ ലിപി 29 നിങ്ങൾ നോക്കിയോ? 29 വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുന്നില്ല. ഭാഷയോ ലിപിയോ സംസ്കാരമോ സ്വന്തമായിട്ടുള്ള ഏതൊരു വിഭാഗത്തിനും അത് സംരക്ഷിക്കുന്നതിന് അവകാശം ഉണ്ടെന്നാണ് 29 പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഗവൺമെന്റ് സഹായം സ്വീകരിക്കുന്നതായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് മതം, വർഗം, ജാതി, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പുറത്ത് ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശത്തെ കുറിച്ചുമാണ് ആർട്ടിക്കിൾ 30 എന്താ പറയുന്നത്. ക്ലിയർ ആണോ ഇപ്പോ? ഒന്നുമില്ല, 30 എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക, മൈനോറിറ്റീസിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ
ആരംഭിക്കാനുള്ള അവകാശമാണ് കൊടുക്കുന്നുണ്ട്. മറ്റത് അവരുടെ കൾച്ചർ, ലിപി ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശമാണ്. ഇപ്പൊ ക്ലിയർ ആയോ? അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ. ഇനി നമ്മുടെ എന്താണ് രാജാവ്, അതായത് ആർട്ടിക്കിൾ 32 അല്ലെ? ആർട്ടിക്കിൾ 32 എന്ന് പറയുമ്പോൾ ഇതൊക്കെ കാര്യമൊക്കെ ശരി, നമ്മൾ കുറെ ഫണ്ടമെന്റൽ റൈറ്റ് ഒക്കെ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. ഇതിലേതെങ്കിലും ഒക്കെ നമുക്ക് നിഷേധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല അല്ലെ? അതാണ് ഈ 32 പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 32 നമ്മൾ 14 തൊട്ട് ഇങ്ങോട്ട് കുറെ അങ്ങ് പഠിച്ചു. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അതിനെ തരണം ചെയ്യാം, എങ്ങനെ നമുക്കത് നേടിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. എന്താണ് പറയുന്നത്? മൗലികാവകാശങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പൗരന് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാം എന്ന് പറയുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 32. എന്നാൽ ഹൈക്കോടതിയിൽ അത് ഏത് ആർട്ടിക്കിളാ നിൽക്കുക? 226. വെരി ഗുഡ്, കറക്റ്റ് ആണ്. അപ്പൊ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് എന്താണ്? സുപ്രീം കോടതിയുടെ സ്കോപ്പാണ്. ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് സുപ്രീം കോടതി അതിനെതിരെ എന്താണ് നടപടികൾ എടുക്കുന്നത് ഈ ആർട്ടിക്കിൾ 32 അനുസരിച്ചാണ്. എന്നാൽ നേരെ മറിച്ച് ഹൈക്കോടതി എന്താണ് 226 അനുസരിച്ചാണ് റിട്ടുകൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ റിട്ടുകളാണ് പുറപ്പെടുവിക്കുക. റിട്ടുകൾ എന്താണ് അടുത്ത് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ റിട്ടുകൾ പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഈ ഒരു ലംഘനം എന്ത് ചെയ്യുന്നത്? ലംഘനത്തിനെതിരെ അല്ലെങ്കിൽ ലംഘനം നടപ്പിലാക്കാനായിട്ട് അതിന് ലംഘനം ഉണ്ടായ വ്യക്തിക്ക് നീതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് റിട്ടുകളാണ് ഈ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുക. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതയാണ് ഈ വകുപ്പ് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാം? റിട്ട് പുറപ്പെടുവിക്കാൻ അവകാശം, റിട്ടുകളാണ് പുറപ്പെടുവിക്കുക. അപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ് കൂടിയാണ് എന്ത്? ആർട്ടിക്കിൾ 32. അതായത് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് കോടതിയെ സമീപിക്കാൻ നമുക്ക് തരുന്ന അവകാശമാണ് ആർട്ടിക്കിൾ 32. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്ത് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ്. ഇനി അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 32. ഈ ഒരു വിശേഷണം കൊടുത്തത് ആരാണ്? അംബേദ്കർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ആർട്ടിക്കിൾ 32 മൗലിക അവകാശങ്ങളുടെ സർവ്വവിധ സംരക്ഷണവും ലക്ഷ്യമായിട്ടുള്ള ആർട്ടിക്കിൾ കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മൗലികാവകാശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ എല്ലാം സംരക്ഷണ ചുമതല ആർക്കാണ്? ഈ ആർട്ടിക്കിൾ 32 എന്നുകൂടി ഓർത്തു വെച്ചേക്കുക. ഇറ്റ്സ് സോ ഇമ്പോർട്ടന്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ സർ. ആ 31 നമ്മൾ ഡിപ്ലീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 31 നമ്മുടെ സ്വത്തവകാശത്തെ കുറിച്ചുള്ളതാണ്, അതുകൊണ്ടാണ് 31 അങ്ങോട്ട് പറയാത്തത്. അതുപോലെ തന്നെ 33 ഇല്ല. അടുത്ത 34. ഏതെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിൽ ഇരിക്കുമ്പോൾ മൗലിക അവകാശം പരിമിതപ്പെടുത്തുന്നത് ഒരു ആർട്ടിക്കിൾ 33 വരണല്ലോ. ആർട്ടിക്കിൾ 33 ഇവിടെ പറയുന്നുണ്ട് കേട്ടോ, പറയാം. ആർട്ടിക്കിൾ 34 എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിൽ ഇരിക്കുമ്പോൾ മൗലിക അവകാശം പരിമിതപ്പെടുത്തുന്നത് അനുവദീയമാണെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ്. എന്താണ് പട്ടാള നിയമം അല്ലെങ്കിൽ മാർഷ്യൽ ലോ എന്ന് പറയുന്നത്? അറിയോ? മാർഷ്യൽ ലോ എന്താണ്? മാർഷ്യൽ ലോ എന്താ? മാർഷ്യൽ ലോ എല്ലാവരും ഉറക്കാണോ? അറിയില്ല. മാർഷ്യൽ ലോ അറിയില്ല? മാർഷ്യൽ ലോ അറിയില്ലേ? ഇല്ല. അറിയില്ല സർ. എന്താ മിലിറ്ററി ഭരിക്കണതല്ലേ? മിലിറ്ററി പട്ടാളക്കാര് ഭരിക്കണതല്ലേ നമ്മുടെ ജനാധിപത്യം?
അപ്പൊ അത് നമ്മൾ പട്ടാള ഭരണം. പട്ടാള ഭരണം, അത് തന്നെ പട്ടാള ഭരണം. പട്ടാള ഭരണം എന്ന് പറയുമ്പോ ഇപ്പൊ നിങ്ങളിപ്പോ ഇപ്പൊ നമുക്ക് നോർത്ത് ഈസ്റ്റ് സീറോം ഷെർമിള എന്ന് പറയുന്ന അല്ലെ ലേഡിയെ നമുക്ക് അറിയാം. ഇപ്പൊ കാലാകാലങ്ങളിലായിട്ട് നമ്മുടെ ആ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല വിഭാഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അവിടത്തെ ക്രമസമാധാന പാലനത്തിന് വേണ്ടിയിട്ട് പട്ടാളക്കാർക്ക് രാഷ്ട്രപതി എന്ത് ചെയ്യാണ്, ഈ പൂർണ്ണ അധികാരം കൊടുത്തേക്കാണ്. അവിടെ എന്തുണ്ടായാലും പിന്നെ പട്ടാള നടപടിയാണ്. ഇപ്പൊ പട്ടാളത്തിന് ആ ഒരു റാങ്കിലുള്ള ഒരു ഓഫീസർ ഇപ്പൊ വെറുതെ പോണ ഒരാളെ വെടിവെച്ച് കൊന്നാലും ഒന്നും പറയില്ല, ഒന്നും ചോദിക്കാനില്ല. അങ്ങനത്തെ ഒരു ഡെമോക്രസി ഇല്ല അവിടെ. ഡെമോക്രസി അല്ല, പട്ടാള ഭരണം എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെന്ത് പാകിസ്ഥാനിലെ പട്ടാള അട്ടിമറിയിലൂടെ ഭരണം നേടിയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ പട്ടാളം ഭരിക്കുമ്പോൾ ഒന്നും ചോദ്യം ചെയ്യാനും എടുക്കാനൊന്നും ഇല്ല. പട്ടാളം പറയണതാണ് നിയമം. അതുപോലെ തന്നെയാണ് ആ ഒരു പ്രദേശത്ത് ക്രമസമാധാന പാലനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു കുറ്റവാളി അല്ലാത്ത വ്യക്തിയെ കൂടി പട്ടാളക്കാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതായത് ആ ഒരു ഓഫീസർ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യാം. ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള കേസോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. ആ ഒരു ആർട്ടിക്കിളാണ് 34 പറയണത്. എന്നാൽ 33 ഞാൻ പറഞ്ഞില്ല. 33 ഇതാണ് മാർഷ്യൽ ലോ. ഇതാണ് മാർഷ്യൽ ലോ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് മൗലികാവകാശങ്ങളൊന്നുമില്ല. കാരണം അറസ്റ്റ് ചെയ്യാം, ഇത്രയും പറഞ്ഞ മൗലികാവകാശങ്ങളൊന്നും ആ ഒരു സമയത്ത് ആ ഒരു പ്രദേശത്ത് നിലനിൽക്കില്ല. പട്ടാളം പറയണത് എന്തോ അതനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ചെയ്യാവുന്ന ഒരു കാരണം. എന്നാൽ അനുസരിച്ചാൽ കൂടി എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ആർട്ടിക്കിൾ 33 പറയുന്നത് വേറൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള സംസാരിക്കാനും അഭിപ്രായം പറയാനായിട്ടൊക്കെ എല്ലാവർക്കും എന്തുണ്ട്, അവകാശമുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ഇന്റലിജൻസ്, മിലിറ്ററി, പോലീസ്, ഇത്തരത്തിലുള്ള അതേപോലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഇത്തരം സേനകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഫണ്ടമെന്റൽ റൈറ്റിന് പരിമിതികൾ ഉണ്ടെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 33. അവർക്ക് ഈ പറഞ്ഞ ഡ്യൂട്ടി ഓവർ ടൈം ഡ്യൂട്ടി ആയിരിക്കാം, 24 മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കാം, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല, പല കാര്യങ്ങളിലും അവർക്ക് ലിമിറ്റേഷൻസ് കാണും. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യാൻ പറ്റില്ല, ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണെന്ന് പറഞ്ഞ് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ആർട്ടിക്കിൾ 33. ഇത്തരം സേനകളിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ ഫണ്ടമെന്റൽ റൈറ്റ് കാര്യങ്ങളൊന്നും ആപ്ലിക്കബിൾ അല്ല എന്നാണ് ആർട്ടിക്കിൾ 33 പറയുന്നത്. ഇനിയാണ് ആർട്ടിക്കിൾ 35. ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇന്ന് റിട്ട് തീരുവോ? റിട്ട് നോക്കാം. നിർദ്ദിഷ്ട മൗലിക അവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് നിയമങ്ങൾ. അപ്പൊ ഈ ആർട്ടിക്കിൾ 35 ഇനി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പാർലമെന്റിന് ആർട്ടിക്കിൾ ഇപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും എടുക്കാനൊക്കെ ആയിട്ട് ആർക്കേ അവകാശമുള്ളൂ. ആർട്ടിക്കിൾ 35 പ്രകാരം പാർലമെന്റ് നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന ചില വിഷയങ്ങളുണ്ട്. അപ്പോ നിർദ്ദിഷ്ട മൗലിക അവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം പാർലമെന്റിന് മാത്രമേ ഉള്ളൂ. സംസ്ഥാന നിയമസഭകൾക്ക് എന്തില്ല, ഈ അവകാശം ഇല്ല. അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയമനിർമ്മാണം നടത്തുന്നതിന് അത് പാർലമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. യാതൊരു വിധത്തിലുള്ള അധികാരം ആർക്കില്ല, നിയമസഭകൾക്കില്ല. ഇത് ചോദിച്ചു വെച്ചേക്കുക, ഇത് ഓർത്തു വെച്ചേക്കുക. ചിലപ്പോൾ ഇവിടെ പാർലമെന്റിന് വരും, നിയമസഭകളിൽ നിന്ന് തരും. അപ്പൊ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റോ ശരിയോ എന്ന് ചോദിക്കാം. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്തു വെച്ചേക്കുക. ഇനി അത്തരത്തില് നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന ഫണ്ടമെന്റൽ റൈറ്റുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ പറഞ്ഞു പ്ലേസിന്റെ ബേസിൽ കാര്യങ്ങൾ എന്താണ്, ഒരു വിവേചന കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ചില സിറ്റുവേഷനിൽ ഞാൻ അത് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞായിരുന്നു, തദ്ദേശവാസികളെ ചില ജോലികൾക്കായി സംസ്ഥാനങ്ങളിലോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ മറ്റ് അതോറിറ്റികളിലോ നിയമിക്കാനുള്ള ഒരു അവകാശം എന്തുണ്ട്, ആർട്ടിക്കിൾ 16 തന്നെ ഈ പാർലമെന്റിന് പറയുന്നുണ്ട്. അപ്പോൾ തദ്ദേശവാസികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോക്കൽ പീപ്പിൾസ് ആണ്. അപ്പൊ ആ ഒരു പ്രശ്നബാധിത പ്രദേശത്ത് ആ ഒരു പ്രദേശത്തെ കുറിച്ച് അറിയാവുന്നവര് അവിടുത്തെ ആളുകളല്ലാണ്ട് വേറെ ആൾക്കാരില്ല. സോ അതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ
പൊതു നിയമനത്തിന് എല്ലാവർക്കും ഒരേ അധികാരമുള്ള എന്നുള്ളൊരു കാര്യം മാറ്റിവെച്ചുകൊണ്ട് ഗവൺമെന്റിന് എന്ത് ചെയ്യാം, ഈ തദ്ദേശവാസികൾക്ക് വേണമെങ്കിൽ ആ ഒരു പ്രിഫറൻസ് കൊടുക്കാവുന്നതാണെന്നാണ് ആർട്ടിക്കിൾ 35 പറയുന്നത്. അതുകൂടാതെ മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനായി എല്ലാതരം നിർദ്ദേശങ്ങളും ഉത്തരവുകളും റിട്ടുകളും പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിയും ഒഴികെയുള്ള കോടതികളെ അധികാരപ്പെടുത്തുന്നുണ്ട്. അപ്പോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പാർലമെന്റിന് ഇപ്പൊ നമ്മൾ പറഞ്ഞു സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് ഈ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. വേണമെങ്കിൽ പാർലമെന്റിന് ഒരു സുപ്രഭാതത്തിൽ തോന്നുകയാണ് കീഴ്ക്കോടതികൾക്കും ഈ ഒരു അധികാരം കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അതിലും മാറ്റം വരുത്താവുന്നതാണ്. ഇനി സായുധ സേന, പാരാമിലിറ്ററി സേന, പോലീസ് സേന, രഹസ്യാന്വേഷണ സേന, അതാണ് ആർട്ടിക്കിൾ 33. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആർട്ടിക്കിൾ 33 ഇവിടെ പറയുന്നത്. ഓക്കെ. ഇനി ഏതെങ്കിലും പ്രദേശത്തെ പട്ടാള നിയമത്തിന്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ ചെയ്ത പ്രവൃത്തിക്കും ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനോ മറ്റേതെങ്കിലും വ്യക്തിക്കോ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള അവകാശം എന്താണ്? അതായത് ഈ ആർട്ടിക്കിൾ 34 ഞാൻ പറഞ്ഞു, മാർഷൽ ലോ നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയാ, അയാളെ എന്താണ് നമ്മൾ നിയമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഓഫീസറാണ്. ഇപ്പൊ ഇൻ കേസ് ഇയാൾക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ, റോങ് ഇൻഫോർമേഷന്റെ ബേസിൽ ഒരാളെ വെടിവെച്ച് കൊന്നു. സോ അതിന്റെ പേരിൽ അയാൾക്കെതിരെ ഒരു കേസോ അയാൾക്കെതിരെ നഷ്ടപരിഹാരോ കാര്യങ്ങളൊന്നും കൊടുക്കാനായിട്ട് ഒരു കോടതിയിലും ചലഞ്ച് ചെയ്യാൻ കഴിയില്ല എന്ന് കൂടിയാണ് ഈ പറയുന്നത്. ഇപ്പൊ കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനോ എടുക്കാനായിട്ടൊന്നും കഴിയില്ല. മാർഷൽ ലോ നിലനിൽക്കുമ്പോൾ അത് അദ്ദേഹത്തിന് ആ ഒരു രീതിയിൽ ഫുൾ പവർ കൊടുത്തെങ്കിൽ മാത്രമാണ് ക്രമസമാധാനം നിലനിൽക്കാൻ കഴിയുള്ളൂ. അല്ലാതെ മുമ്പിൽ വന്ന് നിൽക്കണോ, നിരപരാധിയാണോ തെറ്റുകാരനാണോ എന്നും അറിയാനായിട്ട് ആ ഓഫീസർക്ക് അറിയില്ലായിരിക്കും. പെട്ടെന്ന് അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെ ആളും തരവും നോക്കിയിട്ടൊക്കെ ചില സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ബിഹേവ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിരുന്നാൽ കൂടി അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ ജോലിയെയോ ബാധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഒന്നും നടത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇനി ഈ ഭാഗം 3 പുറമേ ഉള്ള ചില അവകാശങ്ങളുണ്ട്. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? എല്ലാവരും ക്ലിയർ പോയോ? ക്ലിയർ ആണല്ലോ? സാറേ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് പറയോ? ലാസ്റ്റ് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാർഷൽ ലോ നമ്മൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്തുണ്ടല്ലോ, അപ്പൊ ഏതെങ്കിലും ഒരു പ്രദേശത്തെ പട്ടാള നിയമത്തിന്റെ പ്രവർത്തനത്തിനിടയിൽ ചെയ്ത പ്രവൃത്തിക്ക് ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനോ മറ്റേതെങ്കിലും വ്യക്തിക്കോ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള അവകാശത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടില്ല, കാര്യം ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിൽ മാർഷൽ ലോ നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു പട്ടാള ഉദ്യോഗസ്ഥനോ സർക്കാർ ഉദ്യോഗസ്ഥനോ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു. അപ്പൊ അത് ഇപ്പൊ എന്തെങ്കിലും കേടുപാടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ ജീവനോ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഈ ഉദ്യോഗസ്ഥനെ ക്രൂശിക്കാനായിട്ട് പാടില്ല എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. പകരം ഗവൺമെന്റിന് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിക്ക് നഷ്ടപരിഹാരം കൊടുക്കാം. ആ ചെയ്തതിന്റെ പേരിൽ ആ ഒരു ഓഫീസറെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ജോലിയിൽ നിന്ന് നീക്കാനോ അയാൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാനോ പാടില്ല എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഒരു മൊറാലിറ്റി അത് പോകും. കാരണം മാർഷൽ ലോ എന്ന് പറയുമ്പോൾ അത്രയും പ്രശ്ന സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. സോ അത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിന്റെ ജീവൻ പോലും എന്താ പറയാ, ഈ വിഘടനവാദികൾ മറ്റ് പല തരത്തിലുള്ള ആളുകളും നിലനിൽക്കുന്ന പ്രദേശമാണ്. ഇവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഇവരവിടെ ക്രമസമാധാന പാലനത്തിന് നിൽക്കുന്നത്. അതിന്റെ ഇടയിൽ വരുന്ന തെറ്റുകൾക്ക് കൂടി ഇവരെ ക്രൂശിക്കപ്പെടുത്താൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ ജോലി ചെയ്യാനായിട്ട് ആരും എന്താണ് സന്നദ്ധരായിട്ടുണ്ടാവില്ല. അപ്പൊ അത് ഒഴിവാക്കാനും അത്തരത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്കോ അതുപോലെ ആ വ്യക്തിക്ക് ഈ ഓഫീസറുടെ പേരിൽ കേസ് കൊടുക്കാനും ഇയാളെ ശിക്ഷിക്കാനായിട്ടുള്ള ഒരു രീതിയിൽ കോടതിയിൽ മൂവ് ചെയ്യാൻ കഴിയില്ല. പകരം എന്ത് ചെയ്യാം, ഗവൺമെന്റിനോട് പറഞ്ഞു വേണമെങ്കിൽ നഷ്ടപരിഹാരമൊക്കെ കിട്ടും, അത് കിട്ടും. പക്ഷെ ആ ഓഫീസർക്ക് ഫുൾ പ്രൊട്ടക്ഷൻ ആയിരിക്കും ആ ഒരു സമയത്ത് കൊടുക്കുക. അതാണ് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത ഇനി ഭാഗം 3 പുറമെയുള്ള അവകാശങ്ങൾ പറയുന്നുണ്ട്. ഈ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്ന, അതായത് ഭാഗം 3 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. സോ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങൾക്ക് പുറമെ ഭരണഘടന പൗരന്
മറ്റു ചില അവകാശങ്ങൾ കൂടി നൽകുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്, നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ. ഈ നിയമപരമായിട്ടുള്ള ഒരു അവകാശം പറയാമോ ആർക്കെങ്കിലും? സ്വത്തവകാശം. സ്വത്തവകാശം. സ്വത്തവകാശം, പിന്നെന്താ വരണോടെ? വോട്ടിംഗ് റൈറ്റ്. Yeah. വോട്ട്. വോട്ടവകാശം, സ്വത്തവകാശം നമുക്ക് പറയാം. ഇനി ഇത്തരത്തിലുള്ള പ്രധാന അവകാശങ്ങളോ നിയമപരമായിട്ടുള്ള മുഖേനയുള്ള നികുതി ഈടാക്കാനോ പിരിക്കുവാനോ പാടില്ല. ആർട്ടിക്കിൾ 265 ഭാഗം എത്രയാണ്? 12. നിയമപരമായിട്ടുള്ള അധികാരം മുഖേനയല്ലാതെ ഒരു നികുതിയും ഈടാക്കാനോ പിരിക്കുവാനോ പാടില്ല. അതാണ് പറയുന്നത്. നിയമപരമായിട്ടുള്ള അധികാരമില്ലാതെ ഒരു വ്യക്തിയുടെയും സ്വത്ത് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോ സർക്കാരാണ് ഏറ്റെടുത്തതെങ്കിൽ കൂടി അത് നിയമപരമായിട്ട് മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഉറപ്പുവരുത്തിയിരിക്കണം എന്നുകൂടിയാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ പ്രായപൂർത്തി വോട്ടവകാശം 326 ആണ് പറയുന്നത്, ഭാഗം 15. അതുപോലെ ഇന്ത്യയിലുടനീളം വ്യാപാരം, വാണിജ്യം, വിൽപ്പന എന്നിവ സൗജന്യമായിരിക്കും. അതിനുള്ള അവകാശം ഉണ്ടായിരിക്കും. ആർട്ടിക്കിൾ 301 ഭാഗം 13. ഭാഗം 13 പറയുന്നുണ്ട് ഫ്രീ ട്രേഡ് ആണ് ഇവിടെ ഇന്ത്യയിൽ എല്ലായിടത്തും. ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഹൈക്കോടതിയിൽ നിന്നും സാധാരണ നിയമപരിരക്ഷയാണ് അനുവദിക്കപ്പെടുന്നത്. അതിന് എക്സാമ്പിൾ ആണ്. ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് പറയാമോ? ഇന്ത്യയിലുടനീളം വ്യാപാരം ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അറിയോ? അതായത് ഇപ്പോ എന്റെ ഒരു ഇതിൽ തോന്നിയ ഒരു എക്സാമ്പിൾ ആണ്, അത്ര ആപ്റ്റ് ആണോന്നൊന്നും എനിക്കറിയില്ല. അതായത് ഈ പോത്ത് നമ്മുടെ നാട്ടിലൊക്കെ വരുന്നുണ്ട് അല്ലെ? പോത്തിന്റെ ലോഡ്, ഹരിയാന മുറ പോത്ത് കേട്ടിട്ടുണ്ടോ? മുറ പോത്ത്, മുറ പോത്ത് കേട്ടിട്ടുണ്ടോ? ഈ പോത്തിന്റെ കേട്ടിട്ടുണ്ട്. പോത്തിന്റെ ഷോയിലൊക്കെ വലിയ യുവരാജ് എന്നൊക്കെ പറഞ്ഞ 8 കോടി രൂപയുടെ പോത്ത് എന്നൊക്കെ കേട്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ഈ ഇടയ്ക്ക് വാർത്തയിലുണ്ടായിരുന്നു. അപ്പൊ ഈ ഹരിയാനയിലാണ് ഏറ്റവും നല്ല, ഈ മുറ പോത്തുകൾക്ക് നല്ല പാലുണ്ടായിരിക്കും, അവരുടെ മാംസം നല്ല മാംസമായിരിക്കും. അപ്പൊ ഇത് ഹരിയാനയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് കൊടുക്കാനായിട്ട് ഇതിന്റെ വ്യാപാരികൾ കൊണ്ടുവരും. കാര്യം അവർക്ക് പ്രോഫിറ്റ് ആണ് ലക്ഷ്യമെങ്കിലും ഇവർ കൊണ്ടുവരുന്ന വഴിക്ക് എന്ന് പറയുമ്പോൾ കുറെ സ്റ്റേറ്റ് കടന്നു വേണം കൊണ്ടുവരാൻ. പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലൊക്കെ ഈ നമ്മൾ പോത്തിനെ മാത്രമാണ് കൊണ്ടുവരിക. പോത്ത് എന്ന് പറയുമ്പോൾ എരുമയുണ്ട്, പോത്തുണ്ട്. പോത്തിനെ കൊണ്ടുവരുമ്പോൾ ഇതിനെ കൊല്ലാനായിട്ടാണ് കൊണ്ടുവരുന്നതാണ് അവർ മെയിനായിട്ട്. അത് തന്നെയാണ്. എന്നാൽ കൂടി നമുക്ക് ട്രേഡ് നടത്താം അല്ലെ? ചിലർക്ക് അത് വേറെ എന്തെങ്കിലും ക്രൈസിന്റെ പേരിലായിരിക്കും വളർത്തുക. അപ്പൊ ഇത് ഇവിടുന്ന് ഹരിയാനയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ ചെക്ക് പോസ്റ്റുകൾ പലത് താണ്ടണം. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ പശു ഗോരക്ഷാ പാലകരൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ വണ്ടി തടയും. ആവശ്യം എന്താണ്, ഈ വിട്ടുകിട്ടണം എന്നുണ്ടെങ്കിൽ പൈസ ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ സംരക്ഷിച്ച് കിട്ടാനായിട്ടാണ് ഇതിനൊരു ലീഗൽ റൈറ്റ് ഉണ്ട്. അപ്പൊ ഇവരുടേതായിട്ടുള്ള ഈ പർച്ചേസ് ചെയ്ത ഓർഡറും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇവര് ചില കർണാടകത്തിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, പല കർണാടകത്തിൽ അത് നിരോധിച്ചിട്ടുണ്ട് ഈ കൗ സ്ലോട്ടറിങ്. അപ്പൊ അത് അത്തരത്തിലുള്ള സ്റ്റേറ്റിൽ ഇവർക്ക് പ്രശ്നം നേരിടും. പിന്നീട് ഇവര് അത് ചെന്ന് എന്ത് ചെയ്യാം, ലീഗലി നമുക്ക് കോടതി വഴി എന്ത് ചെയ്യാം, ഇത് റിലീസ് ചെയ്യാനായിട്ടുള്ള ഉത്തരവ് മേടിച്ചെടുക്കാം. അതാണ് പറയുന്നത്. അതൊരു നിയമപരമായിട്ടുള്ള ഒരു അവകാശമാണെന്ന് പറയാൻ കാരണം. അപ്പൊ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ചില്ലറ പാടൊന്നുമല്ല. കുറെ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. എന്നിരുന്നാൽ കൂടി ചിലപ്പോൾ ചില ലോഡുകളൊക്കെ ഇവർ പിടിച്ചു വെക്കാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് ലീഗൽ ആയിട്ടുള്ള കടലാസുകൾ, പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കോടതിയെ സമീപിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ലോഡ്, അതായത് നമ്മുടെ എന്താണ്, നമ്മുടെ സാധനമാണ് ഇവിടുത്തെ പോത്ത് എന്ന് പറയുന്നത് അല്ലെ, അത് വിട്ടുകിട്ടാനായിട്ട് കോടതിയെ സമീപിക്കാം. അതും എന്താണ്, ഒരു വ്യാപാര, വാണിജ്യ, വിൽപ്പന എന്നിവ സൗജന്യമായിരിക്കും എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിൾ പ്രകാരം, ആർട്ടിക്കിൾ 301 പ്രകാരം നമുക്ക് നല്ലൊരു വക്കീലുണ്ടെങ്കിൽ മോഹിക്കാവുന്നതാണ്. ജസ്റ്റ് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു എന്നുള്ളൂ.
അങ്ങനെ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. വലിയ എക്സാമ്പിൾ ഒന്നും അല്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, റിട്ടൺ എടുക്കണോ അടുത്ത ക്ലാസ്സിൽ എടുക്കാം? ആദ്യം 10 കേട്ടിരിക്കാൻ താല്പര്യമുണ്ടോ? വേണ്ട അല്ലേ? 10 കുറച്ചങ്ങ് പോയി ഞാൻ കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ അതെ, 1 മണിക്കൂറാണ് അതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വെറുതെ ഇരുന്ന് കേൾക്കും. ഞാൻ വെറുതെ ഇരുന്നതിന്റെ തൊണ്ടയിലെ വെള്ളവും വറ്റിക്കും അല്ലേ? പിന്നീട് അതൊരു സത്യം. അതെ, അതാണ് കണ്ട, അതെനിക്കറിയാം. അപ്പൊ ശരി, എന്നാ പിന്നെ എല്ലാവരും പോയി കിടന്ന് തൂങ്ങുവിൻ. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ് സർ. ഓക്കെ, അപ്പൊ പഠിച്ചേക്കണേ. ഞാൻ ടെസ്റ്റ് അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ.
Belum